രാവിലെ തന്നെ ചാർലീൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചാർലിക്ക് ദഹന പ്രക്രിയയിലെ ചില മാറ്റങ്ങളും പ്രശ്നങ്ങളും. പിന്നെ ഒന്നും നോക്കില്ല, ഡോക്ടറെ അടുത്തേക്ക് പോയേക്കാന്ന് വിചാരിച്ച്. ഇത് ഡോക്ടറല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേറൊരു ചങ്ങായിയാണ്. ബോധം കെട്ട് ഉറങ്ങുവാണ്. 5-6 ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വെയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം ചെടികളിലും പിന്നെ എൻ്റെ മുഖത്തും കാണാനുണ്ട്. മഴ പെയ്തിട്ട് ബക്കറ്റിലെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രാവിലെ ആയിട്ട് വണ്ടി എഴുന്നേറ്റിട്ടില്ല, ഓൻ മൂടി പുതച്ചുറങ്ങുന്നുണ്ട്. വെയിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും ഡ്രസ്സുകളെല്ലാം എടുത്ത് അയലിലേക്ക് വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന കോട്ടെടുത്ത് ഞാനിന്ന് വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടീനെ തട്ടി എണിപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാം. പോകുന്ന വഴിക്ക് തന്നെ ഒരു കുപ്പിയും കൂടി എടുത്തിട്ടുണ്ട്. മരുന്ന് കിട്ടുവാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ തന്നെ ഒരു മരണം കാണേണ്ടി വന്നു. ഒരു ഓന്തിനെ ഏതോ ഒരു വണ്ടി തട്ടിത്തെറിപ്പിച്ച് റോഡ് സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവസാനം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. കാലെടുത്ത് വെക്കലും ചാണകത്തിൻ്റെ പുറത്തേക്കായിരുന്നു. ജസ്റ്റ് മിസ്. അങ്ങനെ നമ്മളിതാ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് മൃഗാശുപത്രി. അങ്ങനെ അവിടെ ഇന്ന് ആരും തന്നെ ഇല്ലായിരുന്നു. ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടുകൊണ്ട് തന്നെ ഞാൻ നേരെ തിരിച്ച് ചാണകത്ത് ചവിട്ടാണ്ട് വണ്ടീൻ്റെ അടുത്തേക്ക് എത്തി. കുപ്പി എന്തിനാ, ഡിക്കി കിടക്കട്ടെ എന്നും പറഞ്ഞ് സങ്കടത്തോടെ ഡിക്കിയിലേക്ക് കുപ്പിച്ചാടി ഞാൻ യാത്രയായി. ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഞാൻ നേരെ വീട്ടിലേക്ക് മടങ്ങി.